ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു നമ്മൾ ഗഗൻചാരി എന്ന് പറഞ്ഞൊരു എക്സ്പെരിമെൻ്റൽ മോക്യുമെൻ്ററി മൂവിയുടെ ഒരു സ്പെഷ്യൽ പ്രിവ്യൂവിന് വന്നിരിക്കണം കേട്ടോ. നമുക്കിങ്ങനെ ഒരു അവസ്ഥ ഇരിക്കുന്നത് നമ്മുടെ സ്വന്തം റീലോഡ് മീഡിയയിലെ എബിൻ മച്ചാനാണ്. താങ്ക് യു മച്ചാനെ. പടം കണ്ടിട്ട് അഭിപ്രായം എങ്ങനെ ഉണ്ടെന്നുള്ള ഞാൻ പറയാം. ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയാണെന്ന് പറയാൻ കഴിഞ്ഞത്. ഇതിന് മുന്നേ ഒരു പ്രിവ്യൂ നടന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കോമിക് മന്ത്ര ടീമിൻ്റെ. അന്ന് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് എന്തായാലും നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിവ്യൂ പാസ്റ്റോ. എൻ്റെ സീറ്റ് 10 ആയിരുന്നു, സ്ക്രീൻ 2-ലായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. ഇതൊരു പ്രിവ്യൂ ഷോ ആയിരുന്നു. ഈ സിനിമ ഒഫീഷ്യലി തിയേറ്ററിൽ റിലീസായിട്ടില്ല. ഇത് സെലക്റ്റഡ് ആൾക്കാർക്ക് ഈ സിനിമ സ്ക്രീൻ ചെയ്ത ഒരു ഷോയിലേക്കാണ് എനിക്ക് ഇൻവൈറ്റ് കിട്ടിയത്. അത് നമ്മുടെ സ്വന്തം റീലോഡ് മീഡിയയിലെ മച്ചാൻ എബിൻ ത്രൂ ആണ് എനിക്കത് കിട്ടിയത്. ഇതിൻ്റെ ഡയറക്ടർ എന്നെ നേരിട്ട് ക്ഷണിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ടിക്കറ്റ് കിട്ടിയത്. പക്ഷെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ സിനിമയെപ്പറ്റി തുറന്ന് സംസാരിക്കുക എന്നുള്ളത്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ടിക്കറ്റ് സ്വീകരിച്ചത് തന്നെ. പിന്നെ എനിക്ക് കുറച്ച് പേരെ പേര് പറഞ്ഞേ പറ്റുള്ളൂ. അരുൺ ചന്തു, ദ ഡയറക്ടർ. ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കാണാൻ നിങ്ങൾക്ക് ചാൻസ് കിട്ടിയ എൻ്റെ അഭിപ്രായത്തിൽ മസ്റ്റ് വാച്ച് ആയിട്ടുള്ളൊരു മൂവിയാണ്. എ യുണീക്ക് വൺ ഓഫ് എ കൈൻഡ് മൂവി ഇൻ മലയാളം. ഞാൻ ഇങ്ങനെ ഒരു മലയാള സിനിമ കണ്ടിട്ടില്ല. ഇവിടെ ഞാൻ ഈ വാൾപേപ്പർ ഇടാനുള്ള കാരണം എന്താണെന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ടാൽ മനസ്സിലാവും. ഇതുപോലുള്ള കുറേ വിഷ്വൽസാണ് ഈ സിനിമയിലുള്ളത്. നീൽ ബ്ലോംക്യാമ്പ് എന്നുള്ള ഒരു ഡയറക്ടറുണ്ട്. എലീസിയം, ചാപ്പി, ഡിസ്ട്രിക്ട് 9 എടുത്തിട്ടുള്ള ഡയറക്ടറാണ്. ക്രിയേറ്റർ എന്നുള്ളൊരു സിനിമ ഈ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ ഗോഡ്സില്ലയുടെ ഡയറക്ടറാണ് അതിൻ്റെ ഡയറക്ടർ. അതിലൊക്കെ ഉള്ള പോലത്തെ ഒരു തരം വിഷ്വൽ, അത് എത്ര കോടി രൂപയുടെ പടാന്നായിരിക്കണം. ഇത് നിസാര പൈസയ്ക്ക് എടുത്തിരിക്കുന്ന ഒരു സിനിമ. ഈ സിനിമയുടെ താരം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ നടന്മാർ മാത്രമല്ല, ഇതിൻ്റെ സൗണ്ട് ഡിസൈനും ചെയ്ത ആളും ഇതിലെ സിനിമാറ്റോഗ്രാഫറും ഇതിലെ VFX ആർട്ടിസ്റ്റും എഡിറ്ററുമാണ്. അമ്മാതിരി കിടിലം വിഷ്വൽസ്. ഇന്ന് വരെ മലയാളത്തിൽ കാണാത്ത തരത്തിലുള്ള വിഷ്വൽസാണ് ഈ സിനിമയിലേക്ക് ഇവർ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷമയോടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. കാരണം എനിക്ക് ഇത്രയും പേരുകൾ പറഞ്ഞേ പറ്റുള്ളൂ. റിട്ടൺ ബൈ ശിവസായി ആൻഡ് അരുൺ ചന്തു. ഡയറക്ടർ തന്നെയാണ് കോറൈറ്റ് ചെയ്തിരിക്കുന്നത്. പ്രൊഡക്ഷൻ അജിത് വിനായക ഫിലിംസ്. ഹാറ്റ്സ് ഓഫ് ബ്രോ, ഇങ്ങനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ധൈര്യം കാണിച്ചതിന്. DOP സുർജിത് എസ് പൈ കലക്കനായിട്ട് ചെയ്തിട്ടുണ്ട്. എഡിറ്റർ CJ അച്ചു ആൻഡ് അരവിന്ദ് M. ഇവരുടെ വർക്ക്സ് എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ ഇവർ ഈ സിനിമ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഇവരുടെ പേര് നിങ്ങൾ മറക്കില്ല. കാരണം അതുപോലുള്ള എഡിറ്റിംഗ് ആണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. മ്യൂസിക് ശങ്കർ ശർമ്മ അടിപൊളിയായിരുന്നു. ഈ സിനിമയ്ക്ക് എന്ത് തരത്തിലുള്ള സൈഫൈ ടൈപ്പ് മ്യൂസിക്കാണ് വേണ്ടത് അത് അങ്ങനെ തന്നെ ഉണ്ട്. സ്പീക്കിംഗ് ഓഫ് ദാറ്റ്, ഇതൊരു സൈഫൈ ഏലിയൻ ചിത്രമാണ്. അതിലേക്ക് ഞാൻ വരാം, ആ കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. പ്രൊഡക്ഷൻ ഡിസൈനർ M ബാവ, കോസ്റ്റ്യൂം ഡിസൈനർ ബുസി ബേബി ജോൺ. അടിപൊളി കോസ്റ്റ്യൂംസ് ആയിരുന്നു. എസ്പെഷ്യലി അനാർക്കലിയുടെ കോസ്റ്റ്യൂംസ് കിഡിലിനായിരുന്നു. മേക്കപ്പ് റോണക് സേവിയർ. ഓഹോ. അപ്പം ഇതിനകത്ത് വെറ്ററൻ ആൾക്കാരും ഉണ്ട്. സൗണ്ട് ഡിസൈൻ ശങ്കരൻ AS ആൻഡ് KC സിദ്ധാർത്ഥൻ. വേറെ ലെവലടെ. അതുകൊണ്ട് എനിക്ക് പേര് പറഞ്ഞേ പറ്റുള്ളൂ. തെറ്റിപ്പോയി പറഞ്ഞതിൽ ക്ഷമിക്കുക. KC സിദ്ധാർത്ഥൻ ഒന്നുകൂടെ പറയണതാണ്. ആൻഡ് ശങ്കരൻ AS. കിഡിലൻ വർക്ക്. ഓഡിയോഗ്രാഫി വിഷ്ണു സുഗതൻ. പ്രൊഡക്ഷൻ കൺട്രോളർ സജീവ് ചന്ദിരൂർ. പോസ്റ്റ് പ്രൊഡക്ഷൻ നൈറ്റ് വിഷൻ പിക്ചേഴ്സ്. VFX ആൻഡ് ടൈറ്റിൽ ആനിമേഷൻ മെറാക്കി VFX. കിഡിലൻ. സ്റ്റിൽസ് രാഹുൽ ബാലു വർഗീസ്. ക്രിയേറ്റേഴ്സ് അരുൺ ചന്തു. ഡിസ്ട്രിബ്യൂഷൻ അജിത് വിനായക. റിലീസ്. എന്തോന്ന് സാധനോടെ നിങ്ങൾ ഉണ്ടാക്കി വിട്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല. എന്തോരം കൂതറ സിനിമകൾ മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട്. അതൊക്കെ കാണാൻ പോകാനോ ആൾക്കാരും ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ ഒരു സിനിമ തിയേറ്ററിൽ എത്ര പേര് പോയി കാണും? ഇത്രയും ഗംഭീരമായ ഒരു വിഷ്വൽ ആൻഡ് ഓഡിയോ ട്രീറ്റ് ഉള്ളൊരു സിനിമ, വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമ. അഭിനയത്തിൻ്റെ കാര്യത്തൊക്കെ ഞാൻ വരാം. പക്ഷേ അതിന് മുന്നേ ഇതിൻ്റെ ടെക്നിക്കൽ കാര്യം പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഇതൊരു സൈഫൈ ചിത്രമാണ്. ഇത് എടുത്ത് വെച്ചിരിക്കുന്നത് ഇന്നേ വരെ മലയാളം കാണാത്ത വിധത്തിലാണ്. അത്രയും ക്വാളിറ്റിയിൽ അത്രയും സൂപ്പറായിട്ട് ഇവൾക്ക് കിട്ടിയ ബഡ്ജറ്റ് മാക്സിമം
ഇവർ ചെയ്തിട്ടുണ്ട്. മാക്സിമം അവിടെ ഗോഡ്സില -1 നിസാര ബഡ്ജറ്റിൽ എടുത്തിട്ട് അതിനെ ഓസ്കർ വേദിയിൽ വരെ അവർ അംഗീകരിച്ചു. ഇവിടെ നമ്മുടെ ഇവിടെ നിസാര ബഡ്ജറ്റിൽ എന്തോ ഒരു സിനിമകൾ ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ, നല്ല നല്ല സിനിമകൾ. ഇത് അംഗീകരിക്കപ്പെടുന്നു പോലുമില്ല. ഈ സിനിമ തിയേറ്ററിൽ എന്നാ വരുന്നതെന്ന് പോലും എനിക്കറിയില്ല. അതിന് കുറേ സംഭവങ്ങളുണ്ട്. അത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, ഈ സിനിമ ഒരു വേറിട്ട അനുഭവിക്കും. നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടുകയോ ഇല്ലയോ അത് ഓരോരുത്തരുടെ അഭിരുചി അനുസരിച്ചിരിക്കും. പക്ഷേ തീർച്ചയായിട്ടും ഐ ഗ്യാരണ്ടി യു ദിസ് വിൽ ബി എ യുണീക്ക് എക്സ്പീരിയൻസ് ഡോട്ട്. കാരണം അതങ്ങനെയാണെന്ന്, അതുപോലത്തെ സാധനമാണ് ഈ പടം. പിന്നെ ആക്ടിങ്ങിലേക്ക് വരുമ്പോഴേക്കും മെയിൻ 4 കഥാപാത്രങ്ങളാണ് ഈ സിനിമയിലുള്ളത്. അനാർക്കലി ചെയ്തിരിക്കുന്ന ഒരു കഥാപാത്രം എനിക്ക് എന്താണെന്ന് പോലും പറയാൻ പറ്റില്ല. സുരേഷ് ഗോപിയുടെ മകനായ ഗോകുൽ സുരേഷ് ചെയ്തിരിക്കുന്ന ഒരു കഥാപാത്രം, നമ്മുടെ അജു വർഗീസ് ചേട്ടൻ ചെയ്തിരിക്കുന്ന ഒരു കഥാപാത്രം, പിന്നെ ഗണേഷ് കുമാരൻ സാറിൻ്റെ ഒരു കഥാപാത്രം. എൻ്റെ പൊന്നെ, ഇവർ കലക്കി. അതിനകത്ത് ഗണേഷ് കുമാറും അജു വർഗീസും പൂണ്ട് വിളയാടിയിരിക്കുകയാണ്. നമുക്ക് അത്രയും നല്ല മൊമെൻറ്റ്സ് കോമഡിയിൽ തരുന്നുണ്ട്. പിന്നെ ഈ സിനിമ ഇത് കൈകാര്യം ചെയ്യുന്ന വിഷയം, ഇങ്ങനൊരു സാധനം ഞാനിതൊരു മലയാളത്തിൽ കണ്ടിട്ടില്ല. ഭയങ്കര യുണീക്കായിട്ടാണ് ഇതിൻ്റെ വിഷ്വൽ ട്രീറ്റ്. ഈ സിനിമ സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ തൊട്ട് ഇത് ചെയ്ത് പോയിരിക്കുന്ന രീതി, പിന്നെ ഇതൊരു മോക്യുമെൻ്ററി രീതിയിലാണ് ഈ സിനിമ പോയിരിക്കുന്നത്. ഇപ്പോൾ ആവാസവ്യൂഹം, ഇതിൻ്റെ പ്രൊഡ്യൂസർ ഇതിനു മുന്നേ ആവാസവ്യൂഹം എന്നുള്ള സിനിമ ഡയറക്റ്റ് ചെയ്തേക്കുന്ന ആളാണ്. നമ്മുടെ പുരുഷപ്രേതമൊക്കെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ആളാണ്. യുണീക്ക് കോണ്ടൻറ്റിൻ്റെ ആളാണ് പുള്ളി. അതുകൊണ്ടായിരിക്കും ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തതെന്ന് എനിക്ക് വിചാരിക്കുന്നു. ഇതിൽ പ്രൊഡ്യൂസറിൻ്റെ പേര് ഇതിനകത്ത് എവിടെയോ പറഞ്ഞിട്ടില്ലല്ലോ. അയ്യോ, പ്രൊഡ്യൂസറിൻ്റെ പേര്, പുള്ളിയുടെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടണില്ല. ഐ ആം സോ സോറി. ഒരു മിനിറ്റ്, ഞാൻ ട്രെയിലറുടെ അവസാനം എടുത്ത് നോക്കട്ടെ. അവിടെ എന്തായാലും ഉണ്ടാവുമല്ലോ. അയ്യോ ഷേടാ, പുള്ളിയുടെ പേരിനകത്ത് കാണുന്നില്ലല്ലോ. എന്തായിക്കോട്ടെ, എന്താണേലും എന്താണ് ആവാസവ്യൂഹത്തിൻ്റെ ഡയറക്ടറാണ് ഇതിൻ്റെ എന്തോ പ്രൊഡക്ഷൻ അങ്ങനത്തെ ബന്ധപ്പെട്ട എന്തോ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് ചെയ്തിരിക്കുന്നത്. എനിവേസ്, പുള്ളി എന്തുകൊണ്ട് ഇത് എടുത്തു എന്ന് എനിക്ക് മനസ്സിലായി. ഭയങ്കര യുണീക്കായിട്ടുള്ളൊരു സാധനം. പുള്ളിയുടെ ആവാസവ്യൂഹം എന്ന് പറഞ്ഞ സാധനം ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഡോക്യുമെൻ്ററി ടൈപ്പ് പടമാണ് ഇത്. ആൾക്കാരെ പേഷ്യൻസ് ടെസ്റ്റ് ചെയ്യുന്ന സിനിമയല്ല ഇത്. നല്ല കോമിക്കലായിട്ട് സ്റ്റാർട്ട് ടു എൻഡ് വരെ എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകുന്നൊരു പടമാണ്. അതും ഒരു മോക്യുമെൻ്ററി സ്റ്റൈലിൽ വന്ന് കുറേ പേരെ ഇൻ്റർവ്യൂ എടുക്കുന്ന രീതിയിൽ ഈ സിനിമ മൊത്തം പോകുന്നത് നമ്മുടെ രോമാഞ്ചത്തിലൂടെ. നമ്മുടെ സ്വന്തം അപ്പൂപ്പൻ ആൻഡ് ദി ബോയ്സ് ആൻഡ് നിസാരം ചാനലിലെ അനന്തരാമനാണ് ഇതിനകത്തൊരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ആ ക്യാരക്ടർ ഫുൾ ടൈം ഒരു ഡോക്യുമെൻ്ററി എടുക്കുന്ന രീതിയിൽ ആ ഡോക്യുമെൻ്ററിയിൽ കുറേ പേര് വന്ന് ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഫോർമാറ്റിലാണ് ഈ സിനിമ പോകുന്നത്. പക്ഷേ ഇത്രയും ഫണ്ണി ആയിട്ടാണ് അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഫോർത്ത് വാൾ ബ്രേക്കിംഗ് ഉണ്ട്, അങ്ങനെ പല സാധനങ്ങളും ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇങ്ങനൊരു പടം ഞാൻ എന്തായാലും തീർച്ചയായിട്ടും മലയാളത്തിൽ കണ്ടിട്ടില്ല. അത് ഞാൻ ഉറപ്പായിട്ട് പറയുകയാണ്, ഞാൻ ഇങ്ങനത്തെ ഒരു പടം കണ്ടിട്ടില്ല മലയാളത്തിൽ. ഇത് അത്രയും യുണീക്ക്, അത്രയും ഫ്രഷ് ആയിട്ടുള്ള, അതായത് നമ്മൾ കുറേ കാലമായിട്ട് കുറേ ടെംപ്ലേറ്റ് പടങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇത് വളരെ യുണീക്കായിട്ട്, ഇതിന് കോമ്പറ്റീഷൻ ഇല്ല. ദിസ് ഇസ് ഫസ്റ്റ് ഓഫ് എ കൈൻഡ്. അങ്ങനത്തെ ഒരു സംഭവമാണ് ഞാൻ പറയണത്. ഇതിനൊരു കോമ്പറ്റീഷൻ ഇതുവരെ മലയാളത്തിൽ വന്നിട്ടില്ല. ഇതാണ് ആദ്യമായിട്ട് എന്താണ് എഴുതി തുടങ്ങിയേക്കണേന്ന് പറയേണ്ടി വരും. ഫസ്റ്റ് വോട്ട് തുടങ്ങിയേക്കണ സാധനം ഇതാണ്. ഇനി പിന്നാലെ ഇതുപോലെ ഒരുപാട് സിനിമകൾ വന്നെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സിനിമകൾ വിജയിച്ചാലേ വരുള്ളൂ. ഇത് വൺ ഓഫ് എ കൈൻഡാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ജോണറിലെ ആദ്യത്തെ സാധനം. എനിക്കറിയില്ല ഇതെങ്ങനെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. കാരണം ഞാൻ എന്ത് പറഞ്ഞാലും ആ സിനിമയോട് നീതി പുലർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് തിയേറ്ററിൽ ഇപ്പോൾ കാണേണ്ട പടമാണ്. ഇത് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു ദൃശ്യ സൗണ്ട് അനുഭവം തന്നെയാണ്. ഇത് ഞാൻ കണ്ട തിയേറ്റർ ഭയങ്കര ഭാഗ്യമുണ്ട് എനിക്ക്. അത് ഞാൻ വനിതയെ കണ്ട. കാരണം ഈ സിനിമ ഇതിന് മുന്നേ ഒരു തവണ സ്ക്രീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ജാനുവരിയിൽ. കോമിക് മന്ത്ര എന്ന് പറഞ്ഞൊരു ടീം ഇവരോട് അസോസിയേറ്റ് ചെയ്തിട്ട്. പക്ഷേ അത് കാണിച്ചത് PVR നമ്മുടെ ലുലുവിൽ വെച്ചിട്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമുള്ള തിയേറ്റർ വനിതയിലാണ്. അന്ന് എനിക്ക് പോകാൻ പറ്റില്ല, ഇന്ന് എനിക്ക് അവസരം കിട്ടി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക്
സിനിമ കണ്ടിട്ട് തോന്നിയത് ഇവിടെയാണ് ഈ സിനിമ കാണേണ്ടത്. ഈവൻ ഞാൻ ഡയറക്ടറോട് അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ഡയറക്ടറും പറഞ്ഞു ഈ പുള്ളി ഇതുവരെ കണ്ടതിൽ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമയുടെ വേർഷൻ പുള്ളി ഇവിടെ കണ്ടപ്പോൾ എന്നുള്ളത്. അപ്പോൾ പുള്ളി എത്ര തവണ ആ സിനിമ കണ്ടിട്ടുണ്ടാവും സ്വന്തം പടം. അപ്പോൾ പുള്ളിക്ക് ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ കണ്ട സ്ക്രീൻ 2 എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവില്ലേ? സോ അതിൻ്റെ മേക്കർ തന്നെ പറയുമ്പോൾ അത്രയും ഒരു അടിപൊളി അനുഭവമായിരുന്നു. സൗണ്ട് ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്ന വളരെ ഇമ്പാക്റ്റ്ഫുള്ളായിട്ട് ആ ജോണറിനോട് നീതി പുലർത്തിക്കൊണ്ട് ആണ് പോകുന്നത്. ഈ മൊത്തത്തിൽ ഇറ്റ് വാസ് എ ഗ്രേറ്റ് വാച്ച്. ഓൾറെഡി ഞാൻ ഈ സിനിമ ഉണ്ടെന്ന് പോലും അറിയുന്നത് എബിൻ്റെ ചാനലായ റീലോഡ് മീഡിയയിലും സിനി സ്റ്റെല്ലർ എന്ന് പറഞ്ഞ ചാനലിലെ മച്ചാൻ വീഡിയോ ഇട്ടപ്പോഴാണ് ഇതിനെപ്പറ്റി ഇങ്ങനൊരു പടം ഉണ്ടെന്ന് പോലും ഞാൻ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരോട് എനിക്ക് നന്ദിയാണ് പറയാനുള്ളത്. ഇങ്ങനൊരു സിനിമ ഉണ്ടെന്നുള്ള എന്നെ അറിയിച്ചതിനും വേറെ ഒരുപാട് ആൾക്കാരെ അറിയിച്ച് തന്നതിനും എനിക്കിങ്ങനൊരു അവസരം ഈ സിനിമ കാണാൻ ഉണ്ടാക്കി തന്നതിനും എല്ലാത്തിനുമായിട്ട് നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച് മച്ചാന്മാരെ. എന്തായാലും അമേസിങ് വാച്ച്, അമേസിങ്. ഇത് ഐ വിൽ ഹൈലി റെക്കമെൻഡ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒപ്പീനിയനിൽ ദിസ് ഈസ് എ മസ്റ്റ് വാച്ച് തിയേറ്ററിക്കൽ മൂവി, മസ്റ്റ് വാച്ച്. ഇത് OTT ഇരുന്ന് കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ലടേ. പിന്നെ ഇത് മലയാള സിനിമക്ക് തീർച്ചയായിട്ടും ഒരു മുതൽക്കൂട്ടായിട്ടുള്ള പടമാണ്. ഞാൻ ഈ ഇയർ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് ഇറസ്പെക്റ്റീവ് ഓഫ് ലാംഗ്വേജ്. ഏത് ലാംഗ്വേജിൽ എടുത്താലും ഞാൻ ഇക്കൊല്ലം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച പടങ്ങളിൽ തീർച്ചയായിട്ടും ഞാൻ ഈ സിനിമയുടെ പേര് പറയും. കാരണം അത്രയും വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു, അത്രയും യുണീക്ക്, അത്രയും ഔട്ട് ഇതിൽ നിന്നും വന്നിട്ടുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ സിനിമയ്ക്ക് വേണ്ടത്ര റെക്കഗ്നിഷൻ കിട്ടാതെ പോകുന്നു എന്നെനിക്ക് ഫീൽ ചെയ്യുന്നു. എന്തായാലും ഇത് എത്രയും പെട്ടെന്ന് തിയേറ്ററിലേക്ക് പബ്ലിക്കിലേക്ക് വരട്ടെ. പബ്ലിക്ക് ഈ സിനിമ കണ്ടിട്ട് അഭിപ്രായം എന്താണ് പറയണമെന്ന് അറിയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഈ സിനിമ എന്നെ അത്രത്തോളം എന്നെ ഇമ്പ്രസ് ചെയ്തു. ഇത് മറ്റൊരു ഗപ്പിയോ അല്ലെങ്കിൽ മറ്റൊരു ഇലവിഴ പൂഞ്ചിറയോ അല്ലെങ്കിൽ മറ്റൊരു രേഖയോ നമ്മുടെ ദേവദൂതനോ അല്ലെങ്കിൽ ഗുരുവായി പോകരുത് എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം ഇതൊക്കെ മലയാള സിനിമക്ക് മുതൽക്കൂട്ടായ സിനിമകളാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ട് വന്ന സിനിമയാണ്. വളരെ യുണീക്കായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടിയ പടമാണ്. ഇരട്ട പോലെ ആവരുത്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കിടിലം പടം വരുന്നുണ്ട്, കിടിലം പടം. ഐ ടോട്ടലി ലവ്ഡ് ഇറ്റ്. ഒരു സൈഫൈ മൂവിയുടെ ഒരു ആരാധകൻ എന്നുള്ള രീതിയിൽ ഐ റിയലി ലവ്ഡ് ഇറ്റ്. ഇതിനകത്ത് ഡാഫ്റ്റ് പങ്കിൻ്റെ കുറേ എലമെൻറ്റ്സ് ഡയറക്ടറിനോട് ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലായ കാര്യമാണ്. പുള്ളി ഇന്ന കാര്യങ്ങളുടെ ഫാനാണെന്ന് എനിക്ക് തോന്നി. കാരണം ബ്ലേഡ് റണ്ണറിൻ്റെ ഫാനാണെന്ന് തോന്നുന്നു, ഡെന്നിസ് വെല്ലിനറിൻ്റെ ഫാനാണെന്ന് തോന്നുന്നു, ഡാഫ്റ്റ് പങ്കിൻ്റെ ഫാനാണെന്നുള്ള കാര്യം ഓൾറെഡി ഡയറക്ടർ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ അതൊക്കെ കാണാനുണ്ടറിയാം. നമുക്ക് ഒരു നമ്മളിലേക്ക് സ്വാധീനം ചെലുത്തിയ ഒരു സാധനം നമ്മുടെ ഔട്ട്പുട്ടിലുണ്ടാവും. അപ്പോൾ ആ ഒരു സംഭവം ഡയറക്ടർ ഇതിനകത്ത് അവർക്ക് എല്ലാവർക്കും ഹോമാജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സിനിമ തുടങ്ങുമ്പോൾ ഒരു വെറൈറ്റി താങ്ക്സ് കാർഡ് വരുന്നുണ്ട്. എല്ലാം കൊണ്ടും ദിസ് വാസ് ടോപ്പ് നോച്ച്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ സിനിമ ഞാൻ എന്തായാലും രണ്ടാമത് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ എൻ്റെ വീട്ടുകാരെ ഞാൻ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ ഈ സിനിമ കൊണ്ടേ കാണിക്കും. അത് മാത്രമല്ല ഡയറക്ടറിൻ്റെ ഗൂഗിൾ പേ കിട്ടിയ ഞാൻ ഇന്ന് പോയി കണ്ടതിൻ്റെ ടിക്കറ്റ് പ്രൈസ് ഞാൻ ഇന്ന് തന്നെ അയച്ചു കൊടുക്കാൻ തയ്യാറാണ്. കാരണം ഹീ ഡിസേർവ്സ് ഇറ്റ്. പുള്ളി ഇതാരെയും ഫ്രീ ആയിട്ട് ഈ സിനിമ കാണിക്കേണ്ട ആവശ്യമില്ല. ഈ സിനിമയ്ക്ക് പുള്ളിക്ക് എനിക്ക് തിരിച്ച് നൽകാൻ പറ്റുന്ന കാര്യം എൻ്റെ ആ ടിക്കറ്റിൻ്റെ ആ 150 180 അല്ലെങ്കിൽ വനിതയുടെ ചാർജായ 180 പ്ലസ് ബുക്കിംഗ് കൊണ്ട് ചേർത്ത് 200 രൂപ അയച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം ഹീ ഏൺഡ് ഇറ്റ്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും ഒരു സിനിമ ലവർ എന്ന രീതിയിൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഞാൻ ഓൾറെഡി ഈ സിനിമയൊക്കെ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഞാൻ പൈസ അയച്ചു തരേണ്ടത് ഈ സിനിമയുടെ ടിക്കറ്റിന്, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോഴേക്കും ഒന്നും അതിന് റിപ്ലൈ വന്നില്ല. അവരൊന്നും വന്ന് കണ്ടു നോക്കിയിട്ട് തുറന്ന അഭിപ്രായം പറഞ്ഞാൽ മതി എന്ന് പറയാം. പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണ്, ഐ ആം റെഡി ടു ഗിവ് ദ മണി ഓഫ് ദ ടിക്കറ്റ്. കാരണം ഹീ ഏൺഡ് ഇറ്റ്. എനിക്ക് അത്ര പറയാനുള്ള അത്രയും. കാരണം നമുക്ക് ആൾക്ക് തിരിച്ച് നൽകാൻ പറ്റുന്നത് ടിക്കറ്റ് പൈസയാണ്, കുറച്ച് സ്നേഹവും സപ്പോർട്ടും കാര്യങ്ങളാണ്. അത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് ഡയറക്ടറിൻ്റെ ഗൂഗിൾ പേ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഡയറക്റ്റ് അയച്ചു കൊടുക്കും. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു സിനിമ, അത്ര ഇഷ്ടപ്പെട്ടു. ഞാൻ ആക്ച്വലി അവരോട് താങ്ക് യു പറയാനാണ്. എന്നെ ഇങ്ങനെ ഒരു സിനിമയ്ക്ക് ക്ഷണിച്ചതും ഇങ്ങനെ ഒരു കിടിലം പടം എനിക്ക് തിയേറ്ററിൽ കാണാൻ അവസരം തന്നതിനും. ഒരുപാട് പേർക്ക് ഈ അവസരം ആഗ്രഹിച്ചവരുണ്ടാവും. ഈ സിനിമ ഒരുപാട് പേര് ഫസ്റ്റ് പ്രിവ്യൂവിന് ശേഷം എബിന് ഉൾപ്പെടെ ഒരുപാട് വീഡിയോ ഇട്ടപ്പോഴേക്കും
എന്താണ് ആഗ്രഹിച്ച ആൾക്കാരുണ്ട്, പക്ഷെ അവർക്കൊന്നും എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇന്ന് വന്ന കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കാസ്റ്റ് ആൻഡ് ക്രൂ മാത്രമൊന്നും അല്ലായിരുന്നു. ഓരോരോ സിനിമ പേജുകളിലുള്ള സിനിമ ആരാധകർ, സിനിമ ലവേഴ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലുള്ള കുറേ പിള്ളേരുണ്ടായിരുന്നു. അവരെല്ലാവരും പറഞ്ഞത് മികച്ച ചിത്രം എന്നുള്ള രീതിയിൽ തന്നെയാണ്. കുറേ പേര് വന്ന് എന്നോട് ചോദിക്കുകയും ചെയ്തു എങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നെ എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് കളഞ്ഞു. ഞാൻ എന്താ കണ്ടതെന്നായിപ്പോയി എന്നുള്ള രീതിയിൽ. യൂഷ്വലി സിനിമ കഴിഞ്ഞാൽ ഉടനെ ഓടി ഇറങ്ങി വരുന്ന ഞാൻ അവിടെ ഇങ്ങനെ നിന്ന് എനിക്ക് ആരെയൊക്കെ കൺഗ്രാജുലേറ്റ് ചെയ്യണമെന്ന് തോന്നി അവരെയൊക്കെ ചെന്ന് കണ്ടു, നേരിട്ട് സംസാരിച്ചു ഒക്കെയാണ് ഞാൻ പോകുന്നത്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് എഡിറ്ററിനെയും ക്യാമറമാനെയും ഇന്ന് കാണാൻ സാധിച്ചില്ല. എഡിറ്റർ വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു തിരക്കുകൾ മൂലം. എന്തായാലും എഡിറ്റർ മച്ചാനെ, ഇഫ് യു ആർ വാച്ചിങ് ദിസ്, കിടിലമാണ്. യു ഡിഡ് എ സ്പ്ലെൻഡഡ് വർക്ക്. അത് ഞാൻ പറയാണ്. എന്തായാലും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ ഒന്ന് പരിഗണിക്കുക, കണ്ടു നോക്കിയിട്ട് തുറന്ന അഭിപ്രായം പറയുക. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തായാലും ദിസ് മൂവി ഗഗനചാരി ഗോസ് ഡൗൺ ഇൻ ടു മൈ ഫേവററ്റ് ലിസ്റ്റ് ഓഫ് സൈഫൈ മൂവീസ് ഇൻ മലയാളം. അങ്ങനെയല്ല, സൈഫൈ മൂവീസ് അങ്ങനെ ഇല്ല മലയാളത്തിൽ. എന്നാലും എൻ്റെ ഫേവററ്റ് ലിസ്റ്റ് ഓഫ് മൂവീസിൽ ഈ സിനിമ ഇടം പിടിച്ചു. മേക്കിംഗ് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വിഷ്വലൊക്കെ സൂപ്പറായിരുന്നു. ഒരുപാട് ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. വെറുതെ ചുമ്മാ അവിടെ നിന്ന് മറ്റേ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എന്താണ് കോപ്പി എടുത്ത് ഇവിടെ കൊണ്ടത് പേസ്റ്റ് ചെയ്ത പരിപാടിയല്ല. വളരെയധികം ഇൻസ്പിറേഷൻ കൊണ്ട് ഇങ്ങേരുടെ രീതിയിലേക്ക് ഇങ്ങേര് കൺവേർട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ചെയ്ത ഒരു സംഭവമാണ്. അപ്പോൾ ചുമ്മാ കോപ്പി അടിച്ച സെറ്റപ്പ് അല്ല ഇത്. നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ തിങ്ക് ചെയ്തിരിക്കുന്ന നല്ലൊരു ക്രിയേറ്റീവ് മൂവി. ഭയങ്കര റെയറായിട്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ സിനിമകൾ കാണാൻ പറ്റുന്നത്. ദിസ് ഈസ് ഡെഫിനറ്റ്ലി എ ജെം, ആൻ അണ്ടർ റേറ്റഡ് ജെം. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇതിക്കുള്ളിൽ എനിക്ക് കുറേ പറയാൻ എനിക്ക് ഒരുപാടുണ്ടാവും, പക്ഷേ ഇത് മതി. പോതും ഇത് മതി. കിടിലം പാടാണ്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ എന്തായാലും ഓൾറെഡി സിനിമ കണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെ ഇടുന്നുള്ള കമൻറ്റ് ചെയ്യുക. ദയവീതി ഇതുപോലെയുള്ള നല്ല സിനിമകളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ ഇതാരും പോയി കാണരുത്, അങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത്. ഒരു സിനിമയെപ്പറ്റിയും ആരും അങ്ങനെ പറയരുത്. കാരണം നമുക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു സിനിമ ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടേക്കാം. ഇപ്പോൾ ടെർബോയുടെ കേസിൽ എനിക്ക് ആ സിനിമ വർക്കൗട്ടായില്ല, പക്ഷേ അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അത് നല്ല രീതിയിൽ തിയേറ്ററിൽ ഓടുന്നുണ്ട്. വളരെ സന്തോഷം അതിൽ. ഇപ്പോൾ എത്രയോ കോടി രൂപയൊക്കെ ഏൺ ചെയ്തിട്ടുണ്ട്. ഭയങ്കര സന്തോഷം അതിൽ. അത്ര പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ബൈ.